ശ്വേത, നമുക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. പോലീസിനെ വിളിക്കാൻ പോലീസിനൊക്കെ പിന്നെ വിളിക്കാം. നീ ഇവിടെ നടന്നൊക്കെ കണ്ടില്ലേ? അയാളൊരു സാധാ മനുഷ്യനൊന്നുമല്ല. ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കൊന്നും വേണ്ട. നീ നിനക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം. അല്ല, നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരുന്നൊന്നും വിചാരിച്ചില്ല. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഓ, ഇതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് വന്നതാ. ശരിക്കും ഞങ്ങൾ ഇതിന് പ്രിപ്പയർഡ് ഒന്നും അല്ല. ഇതിന് വലിയ പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. ക്യാൻ ബോത്ത് ഓഫ് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? എൻ്റെ പേര് ശ്വേത, ഞാനൊരു നേഴ്സായി വർക്ക് ചെയ്യാണ്. എൻ്റെ പേര് കാർത്തി, മ്യൂസീഷ്യൻ ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ മാരീഡ് കപ്പിൾസ് തന്നെയല്ലേ? ആ അതെ. അതെ, കാണാൻ ആ ലുക്കില്ലാന്നേ ഉള്ളൂ. ശരിക്കും ഞങ്ങൾ മാരീഡ് കപ്പിൾസ് തന്നെയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ വിവാഹം കഴിച്ച, ഏകദേശം 3 മാസം. കരിയറൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും ഇവളുടെ വീട്ടുകാരൊന്ന് സീനാക്കി. പിന്നെ ഞാൻ നോക്കില്ല, ഇവളെയും വിളിച്ചിറക്കി കൊണ്ടുവന്നു. അപ്പോൾ ലവ് മാരേജ് ആണ്. അപ്പം ഞാൻ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് വന്നത്. ഹൗ ഈസ് യുവർ സെക്സ് ലൈഫ് ഗോയിങ്? ദാറ്റ്സ് ടു പ്രൈവറ്റ്. നമ്മൾ 3 പേർക്കും ഇടയിൽ ഇനി സീക്രറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഞങ്ങൾ സെക്സ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതെന്താ അങ്ങനെ? അല്ല, പ്രേമിച്ച് നടന്ന കാലത്ത് വേണ്ടെന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ. എനിക്കല്ല, ഇവനാ. നിങ്ങൾ 2-3 വർഷം പ്രേമിച്ചതാന്നല്ലേ പറഞ്ഞു? അയ്യോ, ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിലും ഞങ്ങൾ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉള്ള നമുക്കിനി ഒരു ഗെയിമിലേക്ക് കിടക്കാം. ഞാൻ ഈ ത്രാസ് ഉപയോഗിച്ച് നിങ്ങൾ പാർട്ട്നേഴ്സ് തമ്മിൽ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ഒന്ന് അളക്കാൻ പോവുക. ഈ കല്ലുകളാണ് നിങ്ങൾ പാർട്ട്നേഴ്സ് തമ്മിൽ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് അളക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും വലിയ കല്ല്, നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ല് നിങ്ങൾക്ക് നേർക്കുള്ള ത്രാസിൻ്റെ പ്ലേറ്റിൽ വന്നിരിക്കും. അതുപോലെ ഈ ചെറിയ കല്ല്, നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ നേട്ടത്തിന് തടസ്സമായെങ്കിൽ ഇത് ആ മിസ്റ്റേക്കിനെ സൂചിപ്പിക്കും. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ കല്ലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇത് ഓരോരോ മിസ്റ്റേക്കുകളെ സൂചിപ്പിക്കും. നിങ്ങൾക്ക് പാർട്ട്നേഴ്സിന് തമ്മിൽ മിസ്റ്റേക്സ് പറയാം, പക്ഷേ ആ ത്രാസിൽ കല്ലെടുത്ത് വെക്കണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഞാനായിരിക്കും. സോ ലെറ്റ്സ് വി സ്റ്റാർട്ട്. അല്ല, ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളങ്ങനെ മിസ്റ്റേക്സും ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്നുകൂടി ആലോചിച്ച് നോക്ക്, ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാവാറില്ല. ഉണ്ടായാൽ തന്നെ ഞങ്ങളത് എങ്ങനെയും മിസ്റ്റേക്സ് എന്തായാലും ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്നുകൂടി ആലോചിച്ച് നോക്ക്, നമുക്കെല്ലാം പുറത്തു കൊണ്ടുവരാം. കാർത്തി, നീ ഒന്നും കൂടെ ഉണ്ടേ? എന്താ പറ്റി? കാർത്തി, നീ ഇയാളെ കുത്തി ചുറ്റിയത് എവിടെ വന്ന് കിടക്കുന്നത്? പിന്നെ നീ കുത്തിയ ഒരു പാടും ഇയാളുടെ മേത്ത് കാണാനില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, അയാൾ മനുഷ്യനൊന്നുമല്ല, വേറെന്താണ്. പക്ഷെ ബ്ലഡ് വന്നാ എടുക്കുന്നുണ്ട് ഇയാളുടെ വായിന്ന്. പിന്നെ പൾസ് നോക്കിയപ്പോ ഇയാള് മരിച്ച തന്നെയാ. എന്തോ കെമിക്കൽ ഉള്ളിൽ കയറിയ പോലെ ഉണ്ട്. അപ്പോ നീ കുത്തിയിട്ടല്ല ഇയാള് മരിച്ചത്. എന്തോ പോയിസൺ എന്തോ ഉള്ളിൽ പോയിട്ടെങ്ങാണ്ട. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിവിടെ എത്രയും പെട്ടെന്ന് പോവാം. വാ.
പിന്നെ കാർത്തി, നീ എന്തിനാ നമ്മുടെ ബിസിനസിന്റെ ഷെയർ നിന്റെ പേരിലേക്ക് മാത്രമാക്കി മാറ്റിയത്? ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി? കാർത്തി, ഇയാൾ ഈ വൈൻ കുടിച്ചിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും വൊമിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഈ വൈനിൽ എന്തോ ഉണ്ട്. പക്ഷേ ഈ വൈൻ നീ ഉണ്ടാക്കിയതെന്നല്ലേ പറഞ്ഞേ? പണ്ടൊരിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പുറത്ത് കിട്ടിയ പ്രോഗ്രാമൊക്കെ ഇവിടെ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്, എന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് വേറെ ഇതൊക്കെ ഒരു മിസ്റ്റേക്കായിട്ട് കൂട്ടണോ? ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഈ ത്രാസിൽ കല്ലെടുത്ത് വെക്കേണ്ട കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്. ആണല്ലേ ശ്വേത? നിനക്കിപ്പോ സമാധാനമായല്ലോ കാർത്തി? ഞാൻ അറിയാതെ. നിനക്കെല്ലാം അറിയാണ്ടാണല്ലോ. നിന്നെ കൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല വീട്ടില്. ആദ്യം അങ്ങനെ പറഞ്ഞേ. എന്നെ കൊണ്ടൊരു ഉപകാരമില്ല എന്നാ? നിനക്ക് 4 നേരം വെട്ടി വിഴുങ്ങി ഉണ്ടാക്കി തരുന്ന ആരാ? പാത്രം കഴുകുന്ന ആരാ? തുണി അലക്കുന്ന ആരാ? പിന്നെ ബിസിനസ് കാര്യങ്ങൾ ആരാ നോക്കുന്നേ? നിന്റെ തന്തയാണോ? കാർത്തി, നീ വെറുതെ എൻ്റെ അച്ഛനെ വിളിക്കാൻ നിൽക്കണ്ട. പിന്നെ നമ്മുടെ ബിസിനസ് നിനക്ക് എപ്പോഴാണ് ഇത്ര റെസ്പോൺസിബിലിറ്റി തുടങ്ങിയേ? ഏത് നേരം നോക്കിയാലും രേഖയുടെ കൂടെ റെക്കോർഡിങ്ങിലായിരിക്കില്ലേ? അവിടെ റെക്കോർഡിംഗ് തന്നെയാണ് നടക്കുന്നതെന്ന് ആർക്കറിയാം? ഇനി വല്ല അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞു വരുത്തിക്കോ. അവിടെ റെക്കോർഡിങ്ങിനല്ലേ പോകുന്നേ? അവിടെ റെക്കോർഡിങ് നടക്കാറുള്ളൂ. ആർക്കറിയാം? എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, നിങ്ങളുടെ പാർട്ട്ണർ ആരോപിച്ച മിസ്റ്റേക്ക്. നീ എന്തൊക്കെയാ പറഞ്ഞതല്ല ബോധമുണ്ടോ നിനക്ക്? അത് നിന്റെ അച്ഛനെ വിളിച്ചിട്ടല്ലേ? സാരല്ല പോട്ടെ, സാരല്ല പോട്ടേന്ന്. നീ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. വെറുതെ ഒരു നല്ല ദിവസം നശിപ്പിക്കണ്ട. പോട്ടെ. ശ്വേത, പുറത്തുനിന്ന് ഒരാളൊക്കെ വന്നിരിക്കില്ലേ? സീനാക്കല്ലേ? ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് പറയാനുണ്ടോ? എന്നാൽ പിന്നെ താൻ ലാസ്റ്റ് എടുത്ത് വെച്ച കട്ടയൊന്നെടുത്ത് മാറ്റണം. അത് പറ്റില്ല. ഇവിടെ ഈ കല്ല് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഈ ഗെയിം കളിക്കാൻ താല്പര്യമില്ല. താൻ വിട്ടോ. അങ്ങനെ നിനക്ക് തോന്നിയ സമയത്ത് ഈ ഗെയിം നിർത്താൻ പറ്റില്ല. വിധി പറയണം. എന്ത് വിധി പറയണമെന്ന്? എന്ത് വിധി? അതായത് ഈ ത്രാസ് ഇപ്പം ബാലൻസ്ഡ് അല്ലല്ലോ, നിന്റെ ഭാഗത്താണല്ലോ കൂടുതൽ താഴ്ന്നിരിക്കുന്നത്. അപ്പോൾ ഈ ത്രാസ് ബാലൻസ് ആയാൽ ഞങ്ങൾക്ക് ഈ കളി ജയിക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. എന്നെനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പണ്ട് ഇതുപോലെ ഒരു പ്രോഗ്രാമിന് ഇവിടെ തന്നെ വിട്ടിട്ടില്ല. അപ്പോൾ ഒരു കട്ടയെടുത്ത് അവളുടെ പ്ലേറ്റിൽ വെച്ച് ബാലൻസ് ആയിക്കോ. നീ എന്തൊക്കെയാ പറയുന്നേ? ത്രാസ് എങ്ങനെയും ബാലൻസ് ആക്കിയാൽ പറയാം, നമുക്ക് ജയിക്കാം. അല്ല, കല്ലെടുത്ത് വെക്കുന്നില്ലേ? അതിനങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു കേട്ടോ. അല്ല, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇല്ല, നടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നാലും തനിക്കെങ്ങനെ അറിയാനാ? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾക്കേ അറിയുള്ളൂ. പക്ഷെ നീ പറയുന്നത് കള്ളാണോ സത്യമാണോ എന്ന് എനിക്ക് നിന്റെ കണ്ണ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നീ പറഞ്ഞത് കള്ളോ? വെറുതെ. നീ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കോ. അപ്പോൾ എനിക്ക് ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കള്ളാണോ സത്യമാണെന്ന് അറിയോ? നിനക്ക് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞതേ കള്ളം. അതിൽ ഫസ്റ്റ് ക്ലാസ് വേറെ. ഇതങ്ങനെ എൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ താൻ ഇങ്ങോട്ട് വന്നേ. അല്ല, ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ. അതിനെന്താ? ഞങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാനൊരു സ്ഥലം മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്ഥലങ്ങളുടെ പേര് പറയാം. തനിക്കതിലേതാ കറക്റ്റ് സ്ഥലം എന്ന് പറയാൻ പറ്റുമോ? പറയാം. കണ്ണൂർ, തൃശ്ശൂർ, ആലപ്പുഴ, കൊച്ചി. കാർത്തി, ഞാനിതിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ചിന്തിച്ച കാര്യമാണ്. നമ്മുടെ പുതിയ ബിസിനസ് പ്ലാൻ കൊച്ചിയിൽ സ്റ്റാർട്ടാക്കിയാലോ എന്ന്. ഞാനിത് വേറെ ആരോടും ഡിസ്കസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇയാൾക്ക് നമ്മൾ പറയുന്ന കള്ളാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കൂടാ? അല്ല, അത് നീ കാര്യമാക്കണ്ട. അയാൾ വെറുതെ കറക്കി കൂതി പറയുന്നതായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് സോ.
പക്ഷെ നീ പറയുന്നത് കള്ളാണോ സത്യമാണോ എന്ന് എനിക്ക് നിന്റെ കണ്ണ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നീ പറഞ്ഞത് കള്ളോ. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, നിങ്ങളുടെ പാർട്ട്ണർ ആരോപിച്ച മിസ്റ്റേക്ക്. എന്താ എന്തു പറ്റി? അപ്പൊ ഞാൻ ഇവനെ രേഖനെ പറ്റി പറഞ്ഞൊക്കെ സത്യമാണോ? നീ പറഞ്ഞത് സത്യമാണോന്ന് അറിയില്ല, പക്ഷെ ഇവൻ പറഞ്ഞത് കള്ളാ. എന്ത്? ഇവനും ആ രേഖയും തമ്മിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞതും കള്ളം. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് മാത്രമേ നടക്കാറുള്ളൂ എന്ന് പറഞ്ഞതും കള്ളം. എടോ താൻ എന്തൊക്കെയാ പറയുന്നത് ശ്വേത? അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാർത്തി, നീ എന്നെ നോക്ക്. നീയും ആ രേഖയും തമ്മിൽ എന്തായിരുന്നു റെക്കോർഡിംഗ് റൂമിൽ പരിപാടി? ഞങ്ങൾ രണ്ടുപേരും കൂടെ റെക്കോർഡിംഗ്, അല്ലാതെ വേറെ എന്താ? രണ്ടുപേരും ഒരുമിച്ചായിരുന്നു റെക്കോർഡിംഗ്. അവളവിടെ റെക്കോർഡിംഗ്, ഞാൻ അവളുടെ ഓർഗാസം. അല്ല, സത്യമായിട്ട് ഓർഗാസം ഓർക്കസ്ട്ര എന്നാ ഉദ്ദേശിച്ച്. കുറച്ച് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ ഒന്ന് വിശ്വസിക്കുക ചെയ്താ. എന്നാ നീ റെക്കോർഡ് ചെയ്ത പാട്ടൊന്ന് കേൾപ്പിച്ചതാ. കുറെ നാളായല്ലോ റെക്കോർഡിംഗ് തുടങ്ങിയിട്ട്. റെക്കോർഡ് ചെയ്ത ഫയലൊക്കെ സ്റ്റുഡിയോയില. 4 വരി പാടിയാലും മതി. നിനക്ക് ഇപ്പോഴും എന്നൊരു വിശ്വാസമില്ല അല്ലേ? കാർത്തി, നീ വെറുതെ ഡ്രാമ കളിക്കാൻ നിൽക്കണ്ട. നീ ചൂടാവണം എന്തിനാ? പാട്. ഞാൻ പാടാം. പാട് കാർത്തി. നീ ബഹളം വെക്കാണ്ടിരിക്കും. നല്ല വരില്ലേ? ഞാൻ പാടാം. ദൈവമേ, എനിക്കു നീ എൻ്റെ ജീവനാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരിക്കലും മറക്കില്ലെന്ന് എനിക്കുറപ്പ, മറന്നാലോ പിന്നെ ഞാൻ ജീവിക്കില്ലെന്ന. പോരെ? ഇനി ആ രേഖനെ വിളിക്കേ. എന്തിനിപ്പോ അവളെ വിളിക്കുന്നേ? ബാക്കി 4 വരി അവളോട് പാടാൻ പറ. അവളൊക്കെ പുറങ്ങി കാണില്ല. കാർത്തി, നീ വിളിക്ക്. ഉറങ്ങിയോ ഇല്ലോന്ന് നോക്കാം നമുക്ക്. എന്തൊരു കഷ്ടം. ഫോൺ എടുക്കണോ? ബാക്കി 4 വരി ഞാൻ തന്നെ പാടിയാൽ മതിയോ? കാർത്തി, നീ അവളെ വിളിച്ചിട്ട് സ്പീക്കറിലിട്ടിട്ട് ഫോൺ ടേബിളിന്റെ മേലിൽ വെക്കണം. എനിക്ക് റിങ് ചെയ്യാനാ കാണണം. എനിക്ക് നീ എൻ്റെ ജീവനാണ്. രാത്രി ഇത്രയും നേരമായില്ലേ? അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. ശ്വേത, നീ എന്താ കരയാണോ? ഈ മെയിൽ വോക്കൽസ് പാടിപ്പിക്കാനാണോ അവളെയും കൂടെ റെക്കോർഡിങ്ങിന് പോന്നെ? അല്ല, ഫീമെയിൽ വോക്കൽസ് ഇനിയും വരുന്നുണ്ട്. നിനക്ക് ഇനിയും വിശ്വാസമില്ലെങ്കിൽ റെക്കോർഡിംഗ് റൂമിൽ പ്രണവ് ഉണ്ടാവാറുണ്ട്. എന്നാ അവനെ വിളിക്ക്. അതിനെന്താ വിളിക്കാം. ഓ, അവനെയൊക്കെ നേരത്തെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നാലേ ഞാൻ അവളുടെ കൂടെ കിടന്നു കൊടുത്തു. അതല്ലേ നിനക്ക് കേൾക്കണ്ടേ? കാർത്തി ആ പറഞ്ഞത് സത്യം. ശ്വേത, നീ ഇപ്പം നോക്കണ്ട. കാർത്തി, വിട്. ശ്വേത, താ. ശ്വേത, പട്ടി. സത്യായിരുന്നല്ലേ? എന്താ കാർത്തി നീ ഒന്നും മിണ്ടാത്തെ? അപ്പൊ സത്യം തന്നെ ആയിരുന്നല്ലേ? ശ്വേത, നിനക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് സംസാരിക്കാം. നീ ഒന്നിന്റെ മറ്റവളും കൂടെ വൈനിൽ വിഷമിട്ട് എന്നെ കൊല്ലാനുള്ള പ്ലാൻ ആയിരുന്നല്ലേ? എന്നിട്ട് എന്റെ ബിസിനസ് ഷെയറും വേണല്ലോ നിനക്ക്. നിന്റെ മറ്റവളുടെ വിളിക്കുന്നു. ശ്വേത, നീ ഇത് എടുക്കണ്ട. ഞാൻ എടുക്കും. എടി പൊല്ലയാടി മോളെ. ഹലോ, ഹൂ ഈസ് ദിസ്? നിങ്ങൾ എന്താണ് തിരക്ക് വിളിക്കണം? ഹലോ, ഇത് രേഖയുടെ ഫോണല്ലേ? രേഖയുടെ ഫോണോ? എന്റെ പേര് രഘുനാഥ് എന്നാ. ഇതെന്താ രേഖ എന്ന് സേവ് ചെയ്തിട്ടില്ല? ഹലോ ഹലോ, ഇത് കാർത്തിയുടെ ഫോണല്ലേ? അവന്റെ ഫോണിൽ ചിലപ്പോൾ എൻ്റെ പേര് രേഖ എന്നായിരിക്കും സേവ് ചെയ്തേക്കണേ. ഞാൻ അവൻ്റെ കൂടെ റെക്കോർഡിങ്ങിനൊക്കെ പോകാനുള്ള ഒരു ഫ്രണ്ടാണ്. അല്ല, കാർത്തിയുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ?
അവനെന്താ പറ്റിയേ? അവനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കാർത്തിയുടെ വൈഫാ. കാർത്തി, നീ അപ്പോൾ ഹോമോസെക്ഷൽ ആയിരുന്നോ? പിന്നെ നീ എന്തിനാണ് ഇത്രയും കാലം എന്നെ വെച്ചോണ്ടിരുന്നേ? ഞാനിത് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ സെക്സ് ഓൺ ചെയ്യാത്തോണ്ടായിരിക്കും എനിക്കിത് റിയലൈസ് ചെയ്യാൻ പറ്റാതെ പോയത്. സ്റ്റുഡിയോയിലെ രേഖനെ അല്ല രഘുവിനെ കണ്ടപ്പോൾ മുതൽ നീ ഒരു ഗേ ആയിരുന്നെങ്കിൽ നീ എന്നെ ഡൈവോഴ്സ് ചെയ്തിട്ട് പോണായിരുന്നു, അല്ലാണ്ട് കൊന്നിട്ടല്ല. എനിക്കിതെങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു. പറഞ്ഞാൽ നിന്നെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എനിക്കിതിനെ വേദനിപ്പിക്കാൻ പറ്റില്ല ശ്വേത. എനിക്കിതിനെ അത്രയ്ക്ക് ഇഷ്ടം. ഇഷ്ടം കൂടിയതുണ്ടാവും കൊല്ലുന്നതിന് മുന്നേ ഷെയറൊക്കെ നിന്റെ പേരിലേക്ക് മാറ്റിയത്. എനിക്കിത് ആദ്യം സംശയം ഉണ്ടായിരുന്നു. അല്ലേലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിനക്കൊക്കെ ഇത്രയും ഫ്രീഡം തന്നെ പ്രശ്നം. ഫ്രീഡോ? എന്ത് ഫ്രീഡം? ഫ്രീഡം തരാൻ നീയാണോ എൻ്റെ ഭർത്താവ്, അത് ഞാനാണോ നിന്റെ ഭർത്താവ്? അതെന്താ ഭർത്താക്കന്മാർക്ക് മാത്രമേ ഫ്രീഡം തരാവുന്നുണ്ടോ? ആ, ഇനി അങ്ങനെ പറഞ്ഞോ. നിനക്ക് ആ ജോയിബിന്റെ പുറകെ മണപ്പിച്ചോ, കുഴപ്പമില്ല. കുക്കുവിന്റെ പേര് ഇതിൽ വലിച്ചിടണ്ട. ഹീസ് ജസ്റ്റ് എ ഫ്രണ്ട്. പരപുരുഷബന്ധം. കുക്കു ഇസ് നോട്ട് ജസ്റ്റ് എ ഫ്രണ്ട്. നീ വലിയ പുണ്യാളിത്തി ആവണ്ട. ഇയാള് പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ നീ അവന് തമ്മിൽ ഒന്നും ഇല്ലാണ്ടിരിക്കില്ല. കുക്കുവിന്റെ പേര് ഇതിൽ ചിലക്കലടി. നീ അവന് തമ്മിൽ ഒന്നും ഇല്ലാണ്ടിരിക്കില്ല. ഹോസ്പിറ്റലും വീടും മാത്രമായിട്ട് കിടക്കണം. നിന്റെ ഫോണിൽ എന്തിനാടി ഓയോ ആപ്പ്? പോട്ടെ, ഇനിയും നീ അവൻ്റെ കൂടെ പോയില്ലെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒന്നുമില്ലായിരുന്നു. എന്നാ നിങ്ങളുടെ ചാറ്റ് ഒന്ന് കാണിച്ചാ? അതൊക്കെ എന്റെ പ്രൈവറ്റ് കാര്യങ്ങളാ. അപ്പൊ നീ എന്റെ പ്രൈവസി കയറി നോക്കിയിട്ടില്ലേ നീ ഇതൊക്കെ? പ്രൈവറ്റ് ആയിട്ട് എന്താ ചെയ്തേ? എന്നെ കൊല്ലാൻ നോക്കിയതോ? ആ, അത് വിട്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലുമാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെ നിങ്ങൾ പല സ്ഥലത്ത് പോയിട്ടുണ്ട്, പലത് കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. എന്ത് കാട്ടിന്നാ? കാട്ടിക്കൂട്ടിയത് ഒരുപാട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നീ. അല്ല, പറഞ്ഞു വരുമ്പോൾ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ നിന്നെ കൊന്നിട്ട് അവൻ്റെ ഒപ്പം പോകാൻ നോക്കി. നീ എന്നെയും വെച്ച് അവനെയും വെച്ച് വേറെ ആരൊക്കെയോ വെച്ച് അങ്ങനെ സ്മൂത്തായി പോകാൻ നോക്കി. അതെ, നമ്മൾ രണ്ടുപേരും തെറ്റിയിട്ടുണ്ട്. നീ വേണേ അവൻ്റെ ഒപ്പം പൊക്കോ, ഞാൻ എൻ്റെ വഴിക്കും പൊക്കോളാം. എന്തേ കാർത്തി, നീ ഇത്രയൊക്കെ ചെയ്തിട്ട് അതിന്റെ ഒരു കൂസൽ പോലും നിനക്കില്ലല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ട? തല ഒണിച്ചെന്നാ മതിയോ? വേണ്ടടാ, നീ നിന്റെ മറ്റവന്റെ മുന്നിൽ പോയി കുഞ്ഞു കൊടുക്ക്. എന്നെ കൊന്നിട്ട് എന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ നോക്കി നിന്നെ ഞാൻ വെറുതെ വിടുന്ന് നോക്കണ്ട. അല്ല, ഞാനത് ആ കാർത്തി വേദനിക്കുന്നു. വിട കാർത്തി. നിക്കടി അവിടെ. ശ്വേത, ഇയാൾ എന്തൊക്കെയോ പറഞ്ഞ് നമ്മളെ തെറ്റിക്കാൻ നോക്കുക. ശരിയാന്ന് തോന്നുന്നു. കാർത്തി, സോറി. ഞാൻ പെട്ടെന്ന് ആ ഒരു ഇമോഷനില്. മിസ്റ്റേക്സ് പറഞ്ഞ് തീർന്നോ? ഇനിയൊന്നുമില്ല, നിങ്ങൾക്ക് പോവാം. ഏയ്, ഞാൻ വിധി പറയട്ടെ. വിധി പറയാതെ ഞാനിവിടുന്ന് പോയില്ല. ഓ, എന്തെങ്കിലും പറഞ്ഞു തുളയ്ക്കട്ടെ. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഒരു ദുരന്തമാണ്. അതിന് കാരണക്കാരി ഇവളും. കാർത്തിക് ഇനി വേണമെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മോചിതനായി പുതിയൊരു ബന്ധം നേടി പോവാം. അതെ അതെ, ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ല. താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാ മതി. ഞങ്ങൾ നന്നായിട്ട് പൊക്കോളാം. അതിവിടെ തീരുമാനിക്കേണ്ടത് നീയല്ല, ഞാനാ. എക്സ്ക്യൂസ് മീ. കാര്യം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനിതുവരെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. അത് തെറ്റിക്കാൻ കാരണം നീയാ. കാർത്തി നീ അവൻ്റെ വഴിക്ക് പൊക്കോട്ടെ, നീ അതിൻ്റെ ഇടയിൽ കയറി വരാണ്ടിരുന്നാൽ മതി. എടോ, താനായിരുന്നു ഞങ്ങളുടെ കാര്യം നോക്കാൻ. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. താൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടും. നിങ്ങൾ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ. ഒന്ന് ഇറങ്ങി പോടോ. കോടതിയിൽ ജഡ്ജിയോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ശ്വേത, ഇയാളിപ്പോൾ നിന്നെ തല്ലിയോ? എടോ, താൻ എൻ്റെ വീട്ടിൽ കയറി ഒന്ന് എൻ്റെ ഭാര്യയുടെ മേത്ത് കൈ വയ്ക്കാറായോ? കാർത്തി, ശ്വേത, പോലീസിനെ വിളിക്കും. പോലീസിനെ എന്തിനാണോ നീ വിളിക്കുന്നത്? ഇവിടെ ശിക്ഷ നടപ്പാക്കാൻ ഞാനില്ലേ. നീ ഇനിയും എന്നോട് സഹകരിച്ചില്ലെങ്കിൽ എനിക്ക് വേറെ ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരും.
ഈ കോടതിയത്തെ ജഡ്ജി ഞാനാ. ഇവിടെ നിയമം നടപ്പാക്കുന്നത് ഞാനാ, ശിക്ഷ വിധിക്കുന്നത് ഞാനാ. ഈ കോടതിയിൽ അൺപാർലമെന്ററി വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. നീ നിന്റെ നാക്ക് ശ്രദ്ധിക്ക്. കാർത്തിക്, ഇയാൾക്ക് പ്രാന്താന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്തിട്ട് പൊക്കോട്ടെ. നീ എന്നെ ഇങ്ങനെ നോക്കി ഞാനും എൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ? അപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ നീ അവളുടെ കൂടെ നിന്നില്ല. മിസ്റ്റേക്ക്. ഇനി ഞാൻ വിധി പറയട്ടെ. ആ, വിധിക്കിനി മാറ്റമൊന്നുമില്ല. പ്രതി ഇവള് തന്നെ. എന്നാൽ ഞാൻ ഇനി ശിക്ഷ നടപ്പാക്കാം. സാധാരണ നിങ്ങളുടെ നാട്ടിലെ കോടതിയിൽ ഈ കുറ്റം ചെയ്തവരെന്താ ചെയ്യുക? ചെറിയ കുറ്റമാണെങ്കിൽ പിടിച്ച് ജയിലിലിടും, വലിയ കുറ്റമാണെങ്കിൽ തൂക്കിക്കൊല്ലും. ഇതിപ്പോൾ അത്ര വലിയ കുറ്റമല്ല. അപ്പം നമുക്ക് ഇവളെ പിടിച്ച് ജയിലിടാം. പക്ഷെ നിങ്ങളുടെ ലോകത്തെ ഈ ജയിലല്ല, എൻ്റെ ലോകത്തെ ജയിലിൽ ഇവളെ ഞാൻ എൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ പോവാ. എന്താ അവിടേക്കാണ് നോക്കിക്കൊണ്ടിരിക്കണേ? ശ്വേത, നമുക്ക് പോകാം എൻ്റെ ലോകത്തേക്ക്. ഇതിൽ ഏറ്റവും വലിയ കല്ല് നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പ്ലേറ്റിൽ വന്നിരിക്കും. പാർട്ട്ണർക്ക് നേരെയുള്ള വധശ്രമം. പ്രദീപ് നീയായല്ലോ കാർത്തി. നോക്കണ്ട, അവള് പോയി. അവൾക്ക് എന്തായാലും ജയിൽ ശിക്ഷ തന്നെ കിട്ടും. പക്ഷെ നിനക്ക് തൂക്കുകയറാ. നീ എന്താ നേരത്തെ? എടാ എനിക്കൊന്ന് തീരെ വയ്യായിരുന്നു. എൻ്റെ ഷിഫ്റ്റ് കുക്കൂന് കൊടുത്തിട്ടാ വന്നേ. കുക്കുവോ? അതാരാ? ജോയ്ബൻ, അവനെ ഞാൻ അങ്ങനെ വിളിക്കാറ്. നീ വെറുതെ മുഖം ചുളിക്കണ്ട. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. എനിക്കെന്തോ അവൻ്റെ കൂടെ ഫ്രണ്ട് ആയിരുന്നു. ഞാൻ കാണാറുണ്ട് നിങ്ങൾ തമ്മിലുള്ള കറക്കമൊക്കെ. കാർത്തി, നീ അത് വിട്. എന്തിനാ വെറുതെ നല്ലൊരു ദിവസമായിട്ട്? ആ ശരി, വിട്ടു. കാർത്തി, പിന്നെ ചോദിക്കാൻ മറന്നു, നമ്മുടെ കടയിലെ മെറ്റീരിയൽസ് ഒക്കെ വന്നു എന്നറിഞ്ഞു. ഞാൻ എന്താ കണക്കൊക്കെ എടുത്തിരുന്നോ? അയ്യോ,
ഞാൻ മറന്നുപോയി. ഞാൻ സ്റ്റുഡിയോയിലായിരുന്നു, രേഖയുടെ ഒപ്പം റെക്കോർഡിങ്ങിലായിരുന്നു. കാർത്തി, എനിക്ക് നിന്റെ മ്യൂസിക്കിനോടുള്ള പാഷനൊക്കെ മനസ്സിലാവും. പക്ഷെ നീ നമ്മുടെ ബിസിനസ് കാര്യത്തിൽ ഇത്ര ഉഴപ്പരുത്. നീ ആ രേഖയുടെ കൂടെ റെക്കോർഡിങ്ങിന് പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ബിസിനസ് കാര്യത്തിൽ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിരിക്കണം. ആ ശരി വിട്, നീ ആ വയനെടുത്ത് കുടിക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്താ ഇപ്പൊ ഒരു മെസ്സേജ്? എന്തായാലും ജോബിൻ്റെ കാര്യം. ഇത് അതിന്റെ മേലൊന്നുമല്ല, ഇതെന്തോ കപ്പിൾസ് കോഡ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ വന്ന മെസ്സേജാ. അവരെന്തോ ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിനെന്തോ ഒരു കോണ്ടസ്റ്റും വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്താലോ കാർത്തി? ക്യാഷ് പ്രൈസ് ഉണ്ടോ? ക്യാഷ് പ്രൈസിനെ പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, പക്ഷെ ഒന്നും കിട്ടാണ്ടിരിക്കില്ല. നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്താലോ കാർത്തി? എന്തായാലും ചിലവൊന്നുമില്ലല്ലോ. ആ എന്നാ നീ രജിസ്റ്റർ ചെയ്തോ. ഏ ഇപ്പം എന്തുണ്ടായേ? Smiles that hide 1,000 lies. Love was written, but truth denies. Your touch was poison, dressed as flame. ഹായ്, ആരാ? ഞാൻ മെർട്ടിസ്. ഞാൻ കപ്പിൾസ് കോട്ടിൽ നിന്നും വന്നതാ. സോറി, നിങ്ങൾ എവിടെ നിന്നാ പറഞ്ഞേ?